അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് എന്ന് പറഞ്ഞിട്ട് എഫ് ടി, ആ എഫ് ടിയുടെ വാല്യൂ ഒരിക്കലും കുറയില്ല. പക്ഷേങ്കിൽ ആ സ്ട്രെസ്സാണ് കുറയുക. സ്ട്രെസ്സാണ് അവർ സിഗ്മ വെലോസിറ്റി ഫാക്ടറോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെസ്സാണ് അവിടെ കുറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഉള്ളത് സ്റ്റാറ്റിക് ടൂത്ത് ലോഡാണ്. ബീം സ്ട്രെങ്ത് ഓർ എൻഡുറൻസ് സ്ട്രെങ്ത് എന്ന് പറയും. അതായത് ദ മാക്സിമം ലോഡ് ദാറ്റ് ദ ഗിയേഴ്സ് ക്യാൻ ട്രാൻസ്മിറ്റ് വിത്തൗട്ട് ഫെയിലിയർ. ദ മാക്സിമം ലോഡ് ദാറ്റ് ദ ഗിയേഴ്സ് ക്യാൻ ട്രാൻസ്മിറ്റ് വിത്തൗട്ട് ഫെയിലിയർ. അതിനാ പറയുക സ്റ്റാറ്റിക് ടൂത്ത് ലോഡ്, അല്ലെങ്കിൽ ബീം സ്ട്രെങ്ത് ഓഫ് ദി ടൂത്ത്, അല്ലെങ്കിൽ എൻഡുറൻസ് സ്ട്രെങ്ത് ഓഫ് ദി ടൂത്ത് എന്ന് പറയും. ഓക്കെ, അടുത്ത വെയർ ലോഡ്. എന്താ വെയർനെസ് എന്നാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഗ്രസീവ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഫ്രം എ സർഫസ് ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ. അപ്പോൾ എന്താണ് വെയർ ലോഡ്, എന്താണ് എൻഡുറൻസ് സ്ട്രെങ്ത് ഓഫ് ദി ലോഡ്, അങ്ങനെയും ചോദിക്കില്ല. അപ്പോൾ എഫ് ഡബ്ല്യൂൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് എഫ് ഡിനെക്കാട്ടും വലുതായാൽ ഡിസൈൻ സേഫാണ്, കാരണം വേറെങ്കിലും സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അതേപോലെ ബീം സ്ട്രെങ്ത് ഓഫ് ദി ടീത്തും മറ്റേ കമ്പാരിസൺ മറ്റേ എഫ് ഡിനെക്കാട്ടും വലുതാകുന്ന സമയത്ത് ഡിസൈൻ സാറ്റിസ്ഫാക്ടറിയാണ്, ഗിയർ പെട്ടെന്ന് ഫെയിൽ ആയി പോവില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് എഫ് ഡി ലെസ് ദാൻ എഫ് എസ് ആയിരിക്കണം, അതേമാതിരി എഫ് ഡി ലെസ് ദാൻ എഫ് ഡബ്ല്യു ആയിരിക്കണം. എന്നാൽ മാത്രമേ ഡിസൈൻ സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ.